നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്നത്തെ പോഡ്കാസ്റ്റിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ജോൺ ബ്രിട്ടാസ്, കേരളം കണ്ട ഏറ്റവും വലിയ പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റ്, അതോടൊപ്പം തന്നെ ഒരു പൊളിറ്റിക്കൽ സൂക്ഷ്മധാരി. അദ്ദേഹത്തിൻ്റെ ഉദയവും പതനവുമാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ജോൺ ബ്രിട്ടാസ് കണ്ണൂരാണ് ജനനം. അദ്ദേഹത്തിന് പ്രൈമറി സ്കൂളിലെല്ലാം കഴിഞ്ഞ ശേഷം അദ്ദേഹം ലോയിലാണ് അദ്ദേഹം മാസ്റ്റേഴ്സ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം ദേശാഭിമാനിയിലെ സബ് എഡിറ്റർ പോസ്റ്റിലേക്ക് കയറിപ്പോയി. അദ്ദേഹം മാസ്റ്റേഴ്സ് ചെയ്യാനായിട്ട് ജെനുവിലെത്തി. അവിടെ നിന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഉയർച്ച നമുക്ക് കാണാൻ സാധിക്കുന്നത്. അദ്ദേഹം ദേശാഭിമാനിയിലെ സബ് എഡിറ്റർ പദവിയും ഈ മാസ്റ്റേഴ്സും കൊണ്ടിങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഈ ഹിന്ദിയിലെ പരിജ്ഞാനം അദ്ദേഹത്തെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ആ സമയത്താണ് മിനിസ്റ്റർ പിണറായി വിജയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആവുന്ന ആരുടെ CPM-ൻ്റെ. അദ്ദേഹത്തിന് ഡൽഹിയിലുള്ള വരവിൽ ഈ ഡൽഹിയിലുള്ള ഇവൻ്റെ ഹിന്ദി പരിജ്ഞാനം പിണറായി വിജയൻ ഒരുപാട് ഉപകരിച്ചു. അങ്ങനെ ഇവർ തമ്മിലുള്ള അടുപ്പമായി മാറി. ഈ അടുപ്പം അങ്ങനെ മുന്നോട്ട് പോയി. അങ്ങനെ 2000-ഓടെയാണ് ഈ കൈരളി TV നമ്മുടെ കേരളത്തിൽ വരുന്നത്. ആ സമയത്തോടെയാണ് ഈ ബ്രിട്ടാസിൻ്റെ ശരിക്കും പറഞ്ഞാൽ ജാതകം അങ്ങ് തെളിയുന്നത്. അപ്പോൾ പിണറായി ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഈ ലോബിലിസ്റ്റുകളെ, അദ്ദേഹത്തിൻ്റെ ആളുകളെ തിരികെ കയറുന്ന പരിപാടിയായി മുന്നോട്ട് പോകലായിരുന്നു പിണറായിയുടെ പരിപാടി. സംസ്ഥാന കമ്മിറ്റിയിലും ജില്ലാ കമ്മിറ്റികളിലും ഈ പറഞ്ഞ ദേശാഭിമാനി പിന്നെ കൈരളി TVയിലേക്ക് സ്വന്തം ആൾക്കാരെ തിരികെ കയറ്റാൻ പിണറായി അങ്ങ് ആരംഭിച്ചു. അങ്ങനെ ഒരു മാനേജിംഗ് ഡയറക്ടർ റോളിലേക്ക് നമ്മുടെ ഈ പറയുന്ന ഈ ബ്രിട്ടാസിനെ അദ്ദേഹം തിരികെ കയറ്റി. ഡൽഹി വാസവും മതിയാക്കി ഇങ്ങോട്ട് വന്നു. അപ്പം പിണറായിയുടെ ഒരു ആശ്രിതനായിട്ട് അദ്ദേഹം മുന്നോട്ട് പോവുകയായിരുന്നു. അങ്ങനെ ഈ VS അച്യുതാനന്ദൻ്റെ ഒരു പതനത്തിലേക്ക് നയിച്ച സാന്റിയാഗോ മാർട്ടിൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. കാരണം ഈ VS അച്യുതാനന്ദനെ എങ്ങനെ തരം താഴ്ത്തുന്ന ഈ പരിപാടികൾക്കൊക്കെ മുന്നോട്ട് ചുക്കാൻ പിടിച്ചൊരു വ്യക്തിയായിരുന്നു ഈ ബ്രിട്ടാസ്. ഏകദേശം ഒരു 2012-13 കാലഘട്ടം വരെ പിണറായിയുടെ മഹാവിശ്വസനായി. അതായത് പിണറായിയുടെ ഉയർച്ച, പിണറായിയുടെ എങ്ങനെ സർവാധിപി, ഒരു ക്യാപ്റ്റൻ എന്നുള്ള അദ്ദേഹത്തിന്റെ പേര് തന്നെ സെലക്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഈ ബ്രിട്ടാസിന്റെ ഒരു ബുദ്ധിയിൽ തെളിഞ്ഞ്. അദ്ദേഹം വളരെ മിടുക്കനാണ്. കാരണം ഒരു പൊളിറ്റിക്കൽ ആയിട്ടൊരു സ്ട്രാറ്റജിസ്റ്റ് ആണ്. കേരളം ഇന്ത്യ കണ്ട വലിയ സ്ട്രാറ്റജിസ്റ്റ് ആയിരുന്നു അദ്ദേഹം. അങ്ങനെ പിണറായി വിജയൻ ഏകദേശം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ സോളാർ കേസുകൾ, പിന്നെ അത് കഴിഞ്ഞിട്ട് ഉമ്മൻചാണ്ടിനെ എങ്ങനെ താഴെ ഇറക്കണം എന്നുള്ള കേസുകളിലും ഈ നീക്കുപോക്കുകളിലൊക്കെ പിണറായിനെ ഹെൽപ്പ് ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹം 2015 PR ഏജൻസുമായി സഹകരിച്ച് LDF വന്നാൽ എല്ലാം ശരിയാക്കും എന്നുള്ള പരിപാടി, എല്ലാവർക്കും അറിയാലോ, LDF വന്നാൽ ശരിയാക്കും എന്നുള്ള ഒരു ആപ്തവാക്യം, അതുമായി അദ്ദേഹം മുന്നോട്ട് പോയി. ഈ ഒന്നാം പിണറായി സർക്കാരിന്റെ രൂപീകരണത്തിൽ ബ്രിട്ടാസിന് നല്ലൊരു പങ്കുണ്ട്. അദ്ദേഹമാണ് ഈ ആദ്യമായി കേരളത്തിലേക്ക് PR വർക്കുകൾ എങ്ങനെ കൊണ്ടുവരാമെന്ന് കാണിച്ച്. അതിന് പിണറായി സർക്കാർ വന്നു. അദ്ദേഹം ടോപ്പായിരുന്നു, അതായത് സെക്കൻഡ് കമാൻഡായിട്ട്, അതായത് ക്യാപ്റ്റന് താഴെ വൈസ് ക്യാപ്റ്റൻ റോളിൽ ഇരിക്കുമ്പോഴാണ് അദ്ദേഹം അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഒരു രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട്. അദ്ദേഹം പുറകിലായിരുന്നു, മാനേജ്മെന്റ് റോളിലായിരുന്നു, ഈവൻ നമ്മുടെ ദേശാഭിമാനി, കൈരളി എന്നിലും. പക്ഷെ അദ്ദേഹത്തിന് രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട്. ഒരു മിനിമം ഒരു ഉപമുഖ്യമന്ത്രി അല്ലെങ്കിൽ ഒരു പോളിറ്റി ബ്യൂറോ മെമ്പർ എന്നുള്ള ആഗ്രഹം ഉണ്ടായിരിക്കും. കാരണം കുറ്റം പറയാൻ പറ്റില്ല. കാരണം 2000 മുതൽ അദ്ദേഹം കാണുന്ന ഈ TV മെമ്പേഴ്സിനും കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളെയൊക്കെ ഹെൽപ്പ് ചെയ്ത് അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഒരു മോഹം മുളയെടുത്തു. അങ്ങനെ ഒന്നാം സർക്കാരിൽ അദ്ദേഹം കൂടുതൽ അഡ്മിനിസ്ട്രേറ്റീവ് പദവികളിൽ അദ്ദേഹം ഹെൽപ്പ് ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് 2018-19 ഒരു പുതിയൊരു കഥാപാത്രം അങ്ങനെ കയറി വരികയാണ്. മിസ്റ്റർ റിയാസ് എന്നുള്ള മരുമകൻ എന്നുള്ള പേരോടെ റിയാസ് കടന്നു വരുന്നു പിണറായിയുടെ കുടുംബത്തിലേക്ക്. അതോടെ നാച്ചുറലി എന്തായിരുന്നു സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ഈ സ്പേസ് കുറഞ്ഞു വരാൻ തുടങ്ങി. അതായത് നമ്മുടെ മിസ്റ്റർ ബ്രിട്ടാസിന്റെ സ്പേസ് പിണറായിൽ നിന്ന് കുറഞ്ഞു വരുന്നത് കാണാൻ തുടങ്ങി. കാരണം അതോടെ ക്ഷയിച്ചും തുടങ്ങി. കാരണം ഈ നമ്മുടെ പിണറായിയുടെ ഹോൾഡും കുറഞ്ഞു തുടങ്ങി. പിന്നെ ബ്രിട്ടാസിനുള്ള പദവികളും കുറഞ്ഞു തുടങ്ങി. അദ്ദേഹത്തിന് 2021 പാർട്ടി ഒരു രാജ്യസഭ MP സ്ഥാനം കൊടുത്തു, ഉപനേതാവൊക്കെ ആക്കി മാറ്റി. എന്നാൽ പോലും അതുകൊണ്ട് അദ്ദേഹം ഹാപ്പി ആയിരുന്നില്ല. അദ്ദേഹം ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു പാർലമെന്ററി പാർട്ടി നേതാവാണെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, നടന്നില്ല. അങ്ങനെ ഈ റിയാസിനെ വരവോടെ അദ്ദേഹത്തിന്റെ സ്പേസ് കുറഞ്ഞു വരുന്നതായി ശ്രദ്ധിക്കപ്പെട്ടു. കാരണം വളരെ വളരെ ബുദ്ധിശാലിയാണ് അദ്ദേഹം. അങ്ങനെയാണ് അദ്ദേഹം ഈ പറയുന്ന ഈ കുത്തിത്തിരിപ്പ് പരിപാടിയിലേക്ക് മുന്നോട്ട് കയറി തുടങ്ങിയത്. അതായത് ഇനി റിയാസ് എന്നുള്ള വ്യക്തി ഒരിക്കലും കേരള മുഖ്യമന്ത്രിയാവും ആരും പ്രതീക്ഷിക്കാത്ത കാര്യം. കാരണം ഒരിക്കലും ആവാൻ സാധിക്കില്ല. കാരണം മൈനോറിറ്റിയാണ്, പ്രതീക്ഷ വളരെ ചുരുക്കമാണ്, ജൂനിയറാണ്. പക്ഷേ റിയാസിനെ കേരളത്തിന്റെ ഭാവി മുഖ്യമന്ത്രി എന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഈ പ്രൊജക്ട് ചെയ്ത് ബ്രിട്ടാസിന്റെ ബുദ്ധിയായിരുന്നു. തീർച്ചയായിട്ടും പ്രജാസമിതിയായിരുന്നു. അതോടൊപ്പം അതേ സെയിം സമയത്താണ് ഈ വീണക്കെതിരുള്ള അന്വേഷണം, എക്സാലോജിക്ക്, കരിമണല്, അങ്ങനെ വീണ മറ്റേ രവിപിള്ളയുടെ കമ്പനിയിൽ കൺസൾട്ടന്റ് ആയിരുന്നു. പിന്നെ അവിടുന്ന് എക്സാലോജി തുടങ്ങി, കോടികളുടെ വരുമാനം വരുന്നു. ഇതൊക്കെ മാധ്യമങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് ഇവിടുന്നാണ്. ഇതിന്റെ പുറകിലെല്ലാം വന്നിരിക്കുന്നത് മിസ്റ്റർ ബ്രിട്ടാസിന്റെ ബുദ്ധിയാണ്. ബ്രിട്ടാസ് പരമാവധി കരുവാരി തേപ്പിച്ചു ആരെ? പിണറായിനെ. അത് ഒരു കാലത്ത് ബ്രിട്ടാസിന്റെ എല്ലാമായിരുന്ന പിണറായിനെ കൈവിട്ട് അദ്ദേഹം മറ്റേ പണി തുടങ്ങി. അതായത് പിന്നീന്ന് കുത്തുക.
മാധ്യമങ്ങൾക്ക് വിവരം ചോർത്തി കൊടുത്തു, റിയാസിനെ നാണം കെടുത്തി, റിയാസിനെ ഒന്നുപോലെയുണ്ടാക്കി മാറ്റിക്കളഞ്ഞു പാർട്ടിയിൽ. അതോടൊപ്പം തന്നെ വീണയെ അകത്ത് പൂട്ടാനുള്ള എല്ലാ പരിപാടിയിലും മുന്നോട്ട് പോയി. ആ പൂട്ടൊഴിവാക്കാനായിട്ട് തൃശ്ശൂരിലെ കരുവന്നൂരിലെ അങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ്മെന്റ് നടന്നിരിക്കാം. പക്ഷേ വീണ എന്നുള്ള ഒരു സംരംഭകനെ അദ്ദേഹം പൊളിച്ചെഴുതി കാണിച്ചു കൊടുത്തു. അതിന് പുറകിൽ ബ്രിട്ടാസ് എന്ന് പറയുന്ന കേരളം കണ്ട ഏറ്റവും വലിയ നീചകൻ എന്ന് പറയാൻ പറ്റില്ല, ഒരു വഞ്ചകൻ എന്ന് വിളിക്കാൻ പറ്റും. കാരണം അവനവന്റെ പൊളിറ്റിക്കൽ അഭിലാഷത്തിന് വേണ്ടി സ്വന്തം പാർട്ടി അദ്ദേഹം വഞ്ചിച്ചു. അതുമാത്രമല്ല, അദ്ദേഹം ഈ പിണറായി വിജയനുമായി ബന്ധപ്പെട്ട് സ്വപ്നയുടെ കള്ളക്കടത്ത് കേസ്, ഈ പറയുന്ന ഈ സ്വർണ്ണ കേസുകൾ പോലും അതിൽ നല്ല പങ്ക്, വിവരങ്ങൾ ചോർത്തി കൊടുത്തതിൽ വ്യക്തമായ പങ്ക് ബ്രിട്ടാസിനുണ്ട്.